തുടർച്ചയായി 11ാം ദിവസവും ഗൾഫ് രാജ്യങ്ങളിൽ ആക്രമണം തുടരുകയാണ് ഇറാൻ. ബഹ്റൈനിലെ ജനവാസ മേഖലയിലുണ്ടായ മിസൈൽ ആക്രമണത്തിൽ ഒരു യുവതി കൊല്ലപ്പെട്ടു. അബുദാബിയിൽ ഡ്രോണിന്റെ അവശിഷ്ടങ്ങൾ വീണ് കെട്ടിടത്തിന് തീപിടിച്ചു. അതേസമയം ഇറാനെ ഇല്ലാതാക്കും വരെ യുദ്ധത്തിൽ നിന്ന് പിന്മാറില്ല എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം. ചർച്ചയ്ക്കില്ല എന്ന് ഇറാനും വ്യക്തമാക്കി. തുടർച്ചയായ 2ാം ദിവസമാണ് ബഹ്റൈനിലെ ജനവാസ മേഖല ലക്ഷ്യമിട്ട് ഇറാൻ ആക്രമണം നടത്തുന്നത്. തലസ്ഥാനമായ മനാമയിലെ താമസ മേഖലയിലായിരുന്നു ഇന്നത്തെ ആക്രമണം. ഫ്ളാറ്റിനു നേരെയുണ്ടായ ആക്രമണത്തിൽ ഒരു യുവതി കൊല്ലപ്പെടുകയും 8 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം സിക്ര മേഖലയിലുണ്ടായ ആക്രമണത്തിൽ പരിക്കേറ്റ 12 പേർ ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇറാൻ ആക്രമണം ആരംഭിച്ച ശേഷം ഇതുവരെ 105 ബാലിസ്റ്റിക് മിസൈലുകളും 176 ഡ്രോണുകളും ബഹ്റൈന്റെ വ്യോമ പ്രതിരോധ സംവിധാനം തകർത്തതായി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. UAEക്ക് നേരെയും ഇന്നും ഇറാന്റെ ആക്രമണ ശ്രമങ്ങളുണ്ടായി. ഡ്രോണിന്റെ അവശിഷ്ടങ്ങൾ വീണ് അബുദാബി റുവൈസ് വ്യവസായ കോംപ്ലക്സിലെ ഒരു കെട്ടിടത്തിൽ തീപിടിച്ചു. ആർക്കും പരിക്കില്ലെന്ന് അബുദാബി മീഡിയ ഓഫീസ് വ്യക്തമാക്കി. സൗദി അറേബ്യയിൽ എണ്ണപ്പാടങ്ങളെ ലക്ഷ്യമിട്ട് ഇറാൻ ഇന്നും ആക്രമണം നടത്തി. ഷൈബ എണ്ണപ്പാടത്തെയും കിഴക്കൻ മേഖലകളെയും ലക്ഷ്യമാക്കിയെത്തിയ ഡ്രോണുകളെയും മിസൈലുകളെയും ശക്തമായി പ്രതിരോധിച്ചതായി പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി. അതേസമയം ഇറാൻ ഇസ്രയേൽ US യുദ്ധം നീണ്ടുപോകുമെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. ഒരു തരത്തിലുള്ള ചർച്ചയ്ക്കും ഇല്ലെന്നാണ് ഇറാന്റെ നിലപാട്. ഇറാനെ ഇല്ലാതാക്കും വരെ യുദ്ധത്തിൽ നിന്ന് പിന്മാറില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വ്യക്തമാക്കുന്നു. അതിനിടെ തുർക്കി വീണ്ടും ഇറാനുമായി ചർച്ച നടത്തി. റിപ്പോർട്ടർ, മിഡിൽ ഈസ്റ്റ്.